السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ സൂമിലായതുകൊണ്ട് ഒരു പക്ഷേ പലർക്കും അതിൻ്റെ ക്ലാസ് പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. മാത്രമല്ല, ഒരുപാട് ആളുകൾ ഹദീസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഹദീസുകളൊക്കെ എടുത്തത് ഒന്നുകൂടി പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹദീസുകളൊന്ന് റിപ്പീറ്റ് ചെയ്ത് അർത്ഥം വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സൂമിൻ്റെ സമയത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അത് കൃത്യമായിട്ട് വായിച്ച് അർത്ഥം വെക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ് ഉണ്ടാകുക. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ 243-ാമത്തെ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറയാണ്, യബ്ന ആദം, ഹേ മനുഷ്യപുത്ര, ഇന്നക, തീർച്ചയായും നീ, മാ ദഅൗതനി, നീ എന്നോട് ദുആ ചെയ്യുന്ന കാലത്തോളം, റജൗതനി, നീ എന്നെ പ്രതീക്ഷിക്കുന്ന കാലത്തോളം, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും, അലാ മാ കാന മിൻക, നിന്നിൽ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങളും, വലാ ഉബാലി, ഞാനത് കാര്യമാക്കുന്നില്ല, പ്രശ്നമാക്കുന്നില്ല. ഇബ്ന ആദം, ഹേ മനുഷ്യപുത്ര, ലൗ ബലഗതു ദുനൂബുക, നിന്റെ കുറ്റമെത്തിയാൽ, ലൗ ബലഗത്ത് എത്തിയാൽ, ദുനൂബുക, നിന്റെ കുറ്റം, അനാനസ്സമായി, ആകാശത്തോളം, ആകാശത്തിൻ്റെ ആ മേലാപ്പോളം, ആകാശത്തോളം എത്തിയാൽ, സുമ്മസ്തഗ്ഫർതനി, പിന്നെ നീ എന്നോട് പൊറുക്കലിനെ ചോദിച്ചു എങ്കിൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. യബ്ന ആദം, ഹേ മനുഷ്യപുത്ര, ഇന്നക, തീർച്ചയായും നീ, ലൗ അതൈതനി, നീ എൻ്റെ അടുത്ത് വന്നാൽ, ബിഖുറാബിൽ അർളി, ഭൂമി നിറയെ ഖത്വായ, കുറ്റങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. സുമ്മ ലഖീതനി, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടി. എങ്ങനെ? ലാ തുശ്രികു ബി ഷൈഅ, ലാ തുശ്രിക്, നീ ശിർക്ക് ചെയ്തിട്ടില്ല, ബി, എന്നെ കൊണ്ട്, ഷൈഅൻ, ഒരു വസ്തുവിനോടും ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് നീ എന്നെ കണ്ടുമുട്ടിയത് എങ്കിൽ, അതൈതുക, ഞാൻ നിന്റെ അടുത്തേക്ക് വരും, ബിഖുറാബിഹ, ഭൂമി നിറയെ, മഗ്ഫിറത്തൻ, പാപമോചനവുമായിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കേട്ട ഹദീസ്, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് പറഞ്ഞു തരികയാണ്. റവാഹു തുർമിദി. അടുത്ത ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ബാബുൽ ജംഇ ബൈനൽ ഖൗഫി വർ റജാഇ. ബാബുൽ ജംഅ്, ഒരുമിച്ച് കൂട്ടുന്ന ബാബാണ്. എന്തൊക്കെ തമ്മിലാണ് ഒരുമിച്ച് കൂട്ടുന്നത്? ബൈനൽ ഖൗഫി വർ റജാഇ, പേടിയും പ്രതീക്ഷയും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ചാപ്റ്ററുകളായിട്ട് പേടിയെക്കുറിച്ച് പറഞ്ഞു, പ്രതീക്ഷയെക്കുറിച്ചും പറഞ്ഞു. അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെടുക എന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുക എന്നതും. അപ്പോൾ രണ്ടും പറഞ്ഞ സ്ഥിതിക്ക് രണ്ടും എങ്ങനെ ഉണ്ടാകുക? അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നൊരവസ്ഥയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഒരു ബാലൻസിങ് അവിടെ പറഞ്ഞത്. ഖുർആനിലെ ആയത്തിൽ തന്നെ കാണാം, ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നു, ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് വേഗത്തിൽ ശിക്ഷിക്കുന്നവനാണ്, പെട്ടെന്ന് ശിക്ഷിക്കുന്നവനാണ്. എന്നാൽ അതേസമയം തന്നെ അല്ലാഹു ഇന്നഹു ലഗഫൂർ റഹീം, അല്ലാഹു കൂടുതൽ ദയാലുവാണ്, കൂടുതൽ പുറത്തു തരുന്നവനാണ് എന്ന്. ആറാഫിലെ 166-ാമത്തെ ആയത്ത്. വഖാല തആല, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇൻഫിത്താറിലെ 13-14 ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും സൽഗുണം ചെയ്ത ആളുകൾ, അതാണ് അബ്റാർ, ലഫീ നഈം, അവർ സ്വർഗ്ഗത്തിലാണ് ഉണ്ടായിരിക്കുക. വൈന്നൽ ഫുജാറ, തീർച്ചയായും തമ്മാടികളായ ആളുകൾ, ലഫീ ജഹീം, അവർ നരകാഗ്നിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരേ സമയം തെറ്റു ചെയ്ത ആളുകൾക്ക് ശിക്ഷ കൊടുക്കുവാനും നന്മ ചെയ്ത ആളുകൾക്ക് നന്മ കൊടുക്കുവാനും സ്വർഗം കൊടുക്കുവാനും അള്ളാഹുവിന് സാധിക്കും. അള്ളാഹു ഒരേ സമയം രണ്ട് അവസ്ഥയിലും ഉള്ളവനാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരവും ഒരേ സമയം പേടിയും ഉണ്ടായിരിക്കണം, പ്രതീക്ഷയും ഉണ്ടായിരിക്കണം എന്നതാണ്. ഇനി ഒരു ഹദീസ് പറയാണ്, 244-ാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറയുന്നു, ഖാൽ, അവിടുന്ന് പറയാൻ, ലൗ യഅലമുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുത്തുള്ളത്, എന്ത് മിനൽ ഉഖൂബ, ശിക്ഷ, അല്ലാഹുവിൻ്റെ അടുത്തുള്ള ശിക്ഷ എന്തൊക്കെയാണ് എന്നൊരു മുഅ്മിൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ത്വമിയ, ആഗ്രഹിക്കുമായിരുന്നില്ല, ബി ജന്നത്തിഹി, അല്ലാഹുവിൻ്റെ സ്വർഗത്തിനെ കൊണ്ട്, അഹദുൻ, ഒരാൾ പോലും.
അപ്പോൾ ശിക്ഷയെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിനെ കുറിച്ചുള്ള പൂതി പോലും ഉണ്ടാവില്ല. കാരണം അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക, പടച്ചോനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ എന്ന ചിന്തയായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം പോലും പൂർണ്ണമായ നിലക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ വലൗ യഅലമുൽ കാഫിർ, ഒരു അവിശ്വാസി അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുത്തുള്ള മിനർ റഹ്മത്തി, അള്ളാഹുവിൻ്റെ കാരുണ്യം എന്തൊക്കെയാണ് എന്ന്, അള്ളാഹുവിൻ്റെ അടുത്തുള്ള റഹ്മത്ത് എന്തൊക്കെയാണ് എന്നൊരു മുഅ്മിനായ ഒരു കാഫിറായ മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മാ ഖനത, നിരാശ വെക്കുമായിരുന്നില്ല, മിൻ ജന്നത്തിഹി, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് നിരാശ വെക്കുമായിരുന്നില്ല, അഹദുൻ, ഒരാൾ പോലും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പൂർണ്ണാർത്ഥത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും, എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാകും, എനിക്കും കിട്ടും അള്ളാഹിൻ്റെ സ്വർഗം. എത്ര വലിയ തെറ്റ് ചെയ്തു പോയ മനുഷ്യനാണെങ്കിലും, ഷിർക്കല്ലാത്ത എത്ര വലിയ തെറ്റ് ചെയ്തു പോയ മനുഷ്യനാണെങ്കിലും അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞിരുന്നുവെങ്കിൽ അവനൊരിക്കലും നിരാശ ഉണ്ടാവില്ല. സ്വർഗത്തെക്കുറിച്ച്, സ്വർഗം എനിക്ക് കിട്ടാതിരിക്കൂല എന്നൊരു പ്രതീക്ഷ അവൻ്റെ മനസ്സിലുണ്ടാകും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച്, ശിക്ഷയെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വർഗത്തെ ആരും മോഹിക്കൂല. കാരണം എന്താ, അത്ര വലിയ അദാബിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് മുഅ്മിൻ നോക്കുക. കാഫിർ അള്ളാഹിൻ്റെ റഹ്മത്തിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശ വെക്കുമായിരുന്നില്ല, അവൻ അതിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ഈ ഹദീസ് നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. റവാഹു മുസ്ലിം എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 245-ാമത്തെ ഹദീസ് ഒന്നുകൂടി നമ്മുടെ ഹൃദയത്തിൽ തറഞ്ഞിരിക്കേണ്ട ഹദീസാണ്. അൻ അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ വളിഅത്തിൽ ജനാസ, ഒരു ജനാസ വെക്കപ്പെട്ടാൽ വഹ്തമലഹ അന്നാസ്, എന്നിട്ട് ജനങ്ങൾ അതിനെ ചുമക്കുകയും ചെയ്തു. ജനാസ വെക്കുക എന്നുള്ളത് മയ്യത്ത് കട്ടിൽ വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വഹ്തമലഹ അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെ ചുമക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ തോളിൽ മയ്യത്ത് കട്ടിൽ എടുത്തു വെക്കൂലേ, അവർ റിജാൽ അല്ലെങ്കിൽ ആണുങ്ങൾ, അല അനാഖിഹിം, അവരുടെ പിരടുകളിൽ. അങ്ങനെ വെക്കപ്പെട്ട് മയ്യത്ത് കട്ടിൽ ഏറ്റിക്കൊണ്ട് ഒരു മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയം ഫഇൻ കാനത്ത് സ്വാലിഹത്തൻ, ആ മയ്യത്ത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ, ആ മയ്യത്ത് നല്ല മനുഷ്യനാണെങ്കിൽ, ഖാലത്ത്, ആ മയ്യത്ത് പറയും, ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകുമോ എന്ന് ആ മയ്യത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ, അള്ളാഹിൻ്റെ സ്വർഗം മരിച്ചതോടുകൂടെ സ്വർഗം ഓപ്പണാകാണ്. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് മരിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ എന്തിനാണ് എന്നെ ഈ മണ്ണിൽ ഇങ്ങനെ കെടുത്തിക്കണ, ഈ കട്ടുമ്പോൾ ഇങ്ങനെ കെടുത്തിക്കണ, എന്തിനാണ് എന്നെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നത്, വേഗം കൊണ്ടുപോയിക്കൂടെ എന്ന ആ സ്വാലിഹത്തായ മയ്യത്ത് ചോദിക്കും. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. എന്നാൽ വഇൻ കാനത്ത് ഗൈറ സ്വാലിഹ, മയ്യത്ത് സ്വാലിഹ് അല്ലെങ്കിൽ ദോഷം ചെയ്ത, തെറ്റുകൾ ചെയ്ത തെമ്മാടിയായ ഒരു വ്യക്തിയുടെ മയ്യത്താണെങ്കിൽ, ഖാലത്ത്, ആ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹ, എന്തോ ഒരു നാശമാണ്, അയിന തദ്ഹബൂന ബിഹ, എവിടുക്കാണ് ഈ മയ്യത്തേറ്റ് നിങ്ങൾ ഈ പോണത്, എവിടുക്കും പോണ്ട എന്ന് പറഞ്ഞ അലമുറയിട്ട് അവനിങ്ങനെ അട്ടഹസിക്കുമെന്നാണ്. അല്ലാഹു കാക്കട്ടെ, പടച്ചറബ് കാക്കട്ടെ. യസ്മഉ സൗതഹ, മയ്യത്തിന്റെ ശബ്ദം കേൾക്കും, കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും, എല്ലാവരും കേൾക്കും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ, മനുഷ്യൻ കേൾക്കൂല. നമ്മളിപ്പോൾ മയ്യത്തുള്ള വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള മൃഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ നിന്ന് സൈലൻ്റ് ആയിരിക്കും. അവർ ആ അവസ്ഥ കണ്ടിട്ടുള്ള മാത്രമല്ല, മരണം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് വീട്ടിലെ മൃഗങ്ങൾക്കുണ്ട് എന്നാണ്. ഒരപകടം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് പിന്നെ മറ്റു ജീവജാലങ്ങൾക്കുണ്ട് എന്നാണ്, അല്ലേ? ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പിന്നെ നദിയിലുണ്ടായിരുന്ന മീനുകളൊക്കെ കൂട്ടത്തോടെ കരയിലേക്ക് വന്നു. ഒരപകടം ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി, ശിക്ഷ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി മത്സ്യങ്ങൾ അറിയും, അല്ലേ? സുനാമി ഉണ്ടായപ്പോൾ വീട്ടിൽ കെട്ടിയിരുന്ന പിന്നെ പശുക്കൾ, മൃഗങ്ങൾ, ആടുകൾ, ഈറ്റങ്ങളൊക്കെ കയറിൽ കെട്ടിയവരല്ലാതെ മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരു സാധനം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട് എന്നാണ്. ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, കയറിൽ കെട്ടി ഇടങ്ങറാക്കാത്ത എല്ലാ മൃഗങ്ങളും സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അവർക്കൊന്നും അപകടം പറ്റില്ല. കയറിൽ കെട്ടിയവർക്ക് പിന്നെ ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം അവർക്കൊക്കെ മുൻകൂട്ടിയുള്ള ഒരു അറിവാണത്. ഒരു മരണമാണെങ്കിൽ, ഒരു വീട്ടിലൊരു മരണം നടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മൃഗങ്ങളും ആദ്യം അറിയുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാ വസ്തുക്കളും അറിയും, എല്ലാ മനുഷ്യന്മാരല്ലാത്ത എല്ലാവരും അറിയും. ഇനി മനുഷ്യരെന്താ കേട്ടാൽ കുഴപ്പം, വലോ സമയവും മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ
ലസ്വഇഖ, അവൻ ബോധരഹിതനായി വീണുപോകുമെന്നാണ്. അല്ലാഹു കാക്കട്ടെ. റവാഹുൽ ബുഖാരി. ഓക്കെ, 246-ാമത്തെ ഹദീസ് നോക്കൂ. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ തിരുദൂതർ പറയുകയാണ്. ഇബ്നു മസ്ഊദ് എന്നവർ നിവേദനം. അൽ ജന്നത്തു, സ്വർഗം എന്നത് അഖ്റബു ഇലാ അഹദിക്കും, നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്ഥലമാണ് സ്വർഗം, ഏറ്റവും അടുത്താണ് സ്വർഗം. എന്തിനേക്കാൾ? മിൻ ഷിറാക്കിൻ അലിഹി, അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും അടുത്താണ് സ്വർഗം. വന്നാർ മിസ്ല ദാലിക, നരകവും അങ്ങനെ തന്നെയാണ്. നരകവും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ്, അത്രമേലടുത്തതാണ് നരകം എന്ന് പറയുന്നത്. സ്വർഗവും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ്, സ്വർഗവും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ്. അപ്പോൾ അത്ര അടുത്ത സ്വർഗത്തിന് വേണ്ടി നമുക്ക് പണിയെടുക്കാൻ പറ്റും. അത്രയും അടുത്ത നരകത്തിൽ നിന്നുള്ള അതിൻ്റെ ശിക്ഷയെ ഓർത്ത്, ഭയാനകതയെ ഓർത്ത് നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയും നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മെ സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി അടുത്ത ചാപ്റ്റർ, അതാണ് ഇപ്പം ഇന്ന് എടുക്കാനുള്ള ചാപ്റ്റർ. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് ഓടിച്ചു പോയതാണ്. ഇനി എടുക്കാനുള്ളത് ബാബു ഫദ്ലിൽ ബുക്കാഇ ഖശിയത്തുല്ലാഹി തആല വശൗഖൻ ഇലൈഹി. എന്താണ് അർത്ഥം? ബാബു ഫദ്ലിൽ ബുക്കാഇ, കരച്ചിലിൻ്റെ ശ്രേഷ്ഠത. എങ്ങനെയാണ് ഈ കരച്ചിൽ വരുന്നത്? സീരിയലും സിനിമയൊന്നും കണ്ടിട്ടല്ല, ഓടിച്ചോക്കാക്കട്ടെ. ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുക. അത് നല്ല മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ. വശൗഖൻ ഇലൈഹി, അള്ളാഹുവിനെ പൂതി വെച്ചുകൊണ്ട്, അള്ളാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട്, കൊതിച്ചുകൊണ്ട് കരയുക. അങ്ങനത്തെ ഒരു കരച്ചിൽ, അതിൻ്റെ ഒരു ശ്രേഷ്ഠത. ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നു, വയഖിറൂന ലിൽ അദ്ഖാൻ യബ്കൂന വയസീദുഹും ഖുശൂഅ. സൂറത്തുൽ ഇസ്രായിൽ 109-ാമത്തെ ആയത്ത്. വയഖിറൂന ലിൽ അദ്ഖാൻ യബ്കൂൻ, വയഖിറൂന ലിൽ അദ്ഖാൻ യബ്കൂൻ വയസീദുഹും ഖുശൂഅ. ഇവിടെ ഈ ആയത്തിൽ, അതിൻ്റെ മുമ്പുള്ള ആയത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ പടച്ച റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അങ്ങേയറ്റത്തെ ഭയത്തോടുകൂടെ വയഖിറുല്ലദ്ഖാനി, മുഖം കുത്തിയിട്ട് അവർ വീഴും. ഈ ബുഖൂൻ, കരഞ്ഞുകൊണ്ടാണ് അവർ മുഖം കുത്തി വീഴുക. കരഞ്ഞ് മുഖം കുത്തി വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മാത്രം സംഭവിക്കുന്നതാണ്. മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൽ ഭയപ്പെട്ടുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു വിഷയമാണ് കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുക എന്നുള്ളത്. ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ, പിന്നെ മുൻഗാമികളായ ആളുകൾ, അവർക്കും വേദം നൽകപ്പെട്ടിട്ടുണ്ടല്ലോ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ. അവർക്കത് അള്ളാഹുവിൽ നിന്നാണ് ബോധ്യമുള്ള ആളുകൾക്ക് ഖുർആൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഖുർആനും അള്ളാഹുവിൽ നിന്നാണ് ബോധ്യപ്പെടുക. അവരത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്ന മനംമാറ്റമുണ്ട്. അള്ളാഹുവിലുള്ള അങ്ങേറ്റത്തെ ഭയത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്ന ഒരവസ്ഥ, അതാണ് അവിടെ പറയുന്നത്. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? ഈ ഖുർആൻ ഓതുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് വയസീദുഹും ഖുശൂഅ, അവരുടെ വിനയം, അവരുടെ ഭയഭക്തി അതങ്ങ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. വിനയം, ഭയഭക്തി എന്നുള്ളത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള അങ്ങേറ്റത്തെ ഭയപ്പാടും അങ്ങേറ്റത്തെ തഖ്വയും ഖുശൂഉം അതൊക്കെ വർദ്ധിക്കുകയും കരഞ്ഞ മുഖം കുത്തി നിലത്ത് വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ചില മിനിങ്ങളായ ആളുകൾക്കുള്ളത്. നമ്മൾ മുഖം കുത്തി വീണിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ പേടിച്ചിട്ട് ഹൃദയം വറക്കുകയും ഒരു തുള്ളി കണ്ണീരെങ്കിലും വന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. 247-ാമത്തെ ഹദീസ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു قال قال لي النبي صلى الله عليه وسلم اقرأ علي القرآن قلت يا رسول الله أقرأ عليك وعليك أنزل. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഖുർആന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, ഖാല ലി നബി, എന്നോട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, നീ എനിക്ക് ഖുർആൻ ഓതിക്കൊണ്ട. ഇഖ്റ അലയ്യ, എനിക്ക് നീ ഖുർആൻ ഓതിക്കൊണ്ട. ഖുർആൻ അപ്പോൾ ഞാൻ കേൾക്കാം, യോത് ഞാൻ കേൾക്കാം, അതാണ് വിഷയം. അപ്പോൾ യാ റസൂൽ, അപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, അഖ്റ അലൈക, അങ്ങക്ക് ഓതിത്തരേ, അങ്ങക്ക് ഞാൻ ഓതിത്തരേ, വഅലൈക ഉൻസിൽ, അങ്ങേക്കല്ലേ ഖുർആൻ അവതരിക്കുന്നത്, എന്നിട്ട് ഞാൻ അങ്ങക്ക് ഓതിത്തരേ എന്ന് ചോദിച്ചു. അപ്പൊ ഖാല, അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു, എനിക്കിഷ്ടാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അസ്മഅഹു, ഖുർആനിനെ കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്, മിൻ ഗൈരി, ഞാനല്ലാത്ത വേറൊരാളിൽ നിന്ന്. ഞാൻ ഓതി ഞാൻ കേൾക്കലോ, ഒക്കെ അതൊക്കെ നടക്കുന്നുണ്ട്. ഞാനല്ലാത്ത വേറൊരാൾ ഓതിയിട്ട് അത് ഞാൻ കേൾക്കുക എന്നുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് വേറൊരാൾ ഓതിത്തരുന്നതും അത് കേൾക്കുന്നതും എനിക്കിഷ്ടമാണ്.
ഫഖറഅതു അലൈഹി, അപ്പോൾ ഇബ്നു നസ്റുല്ലാഹി പറയാണ് ഫഖറഅതു അലൈഹി, അപ്പോൾ ഞാൻ മുത്തുനബിക്ക് ഓതി കൊടുത്തു, മുത്തുനബിയുടെ മേലെ ഞാൻ ഓതി കൊടുത്തു സൂറത്തുൻ നിസാ ആണ് ഞാൻ ഓതി കൊടുത്തത്. സൂറത്തുൻ നിസായിലെ ഒരായത്തെത്തി, ഹത്താ ജിഇതു, അങ്ങനെ ഞാൻ എത്തി, ഇല ഹാദിഹിൽ ആയ, ഈ ആയത്തിലേക്ക് ഞാൻ എത്തി. ഏതാണ് ആയത്ത്? മഹ്ശറിൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഫകൈഫ ഇദാ ജിഇനാ, ഫകൈഫ എങ്ങനെ ഉണ്ടാകും അവസ്ഥ? ഇദാ ജിഇനാ, വന്നു കഴിഞ്ഞാൽ, നമ്മൾ വന്നു കഴിഞ്ഞാൽ, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായക്കാരിൽ നിന്നും. മുത്തുനബിയുടെ ഉമ്മത്ത് മാത്രമല്ല ഉള്ളത്, ഒരുപാട് എല്ലാ പ്രവാചകന്മാർക്കും ഉമ്മത്തുണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും നമ്മൾ വന്നാൽ, അവരിൽ നിന്നും കൊണ്ടുവന്നാൽ, എന്തിനെ കൊണ്ടുവന്നാൽ? ബിഷഹീദിൻ, സാക്ഷികളെ കൊണ്ടുവന്നാൽ, വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, വജിഇനാ ബിക, അങ്ങയെ കൊണ്ടും നമ്മൾ വരും, അങ്ങയുമായിട്ട് നമ്മൾ വരും, അലാ ഹൗലാഇ, ഈ പ്രവാചകന്മാരുടെ മേൽ, ഷഹീദൻ, സാക്ഷിയായിട്ട്. അപ്പോ പിന്നെ അള്ളാഹു സൂറത്തുൻ നിസായില് വളരെ പ്രശസ്തമായ നമ്മളൊക്കെ ശരിക്കും പഠിക്കേണ്ട ഒരു ആയത്ത് കൂടിയാണത്. നമ്മളിപ്പോൾ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു പോവുക എന്നല്ലാതെ നാളത്തെ അവസ്ഥയെക്കുറിച്ച് അത്ര കണ്ട് ആശങ്കയിലൊന്നല്ല പലരും ഉള്ളത്. ഞാനടക്കം നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. നാളെ ഇപ്പോൾ അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്താഗതിയാണ്. പക്ഷെ ഖുർആന് വ്യക്തമായി നാളെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ആയത്തെത്തിയപ്പോൾ, ഈ ആയത്ത് എന്താ? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എങ്ങനെ ഉണ്ടാവും നബിയെ? എല്ലാ ഉമ്മത്തിൽ നിന്നും ഒരു സാക്ഷിയെ നമ്മൾ കൊണ്ടുവരും. എല്ലാ ഉമ്മത്തിൽ നിന്നും സാക്ഷി എന്ന് പറയുന്നത് ഓരോ പ്രവാചകന്മാരെയും ഒരു ഉമ്മത്തിലേക്കാണല്ലോ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉമ്മത്തിന്റെയും സാക്ഷിയായി, അതോ എന്തിനപ്പോ സാക്ഷി? അള്ളാഹു ഏൽപ്പിച്ച കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ആരാണ് എത്തിച്ചു കൊടുത്തുക്കണ? എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാൾ, അതാരാ? അത് നബിയാണ്. അപ്പൊ ഈ സാക്ഷി പിന്നെ ഒരു മുർസലായിരിക്കും, റസൂലായിരിക്കും, ആ ഉമ്മത്തിന്റെ റസൂലായിരിക്കും അവിടുത്തെ സാക്ഷി. അങ്ങനെ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ, എല്ലാ മുർസലുകൾക്കും വേറൊരു സാക്ഷി ഉണ്ട്. അതാരാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ അങ്ങയെ നമ്മൾ കൊണ്ടുവരും, അലാ ഹൗലാഇ, ഈ മുർസലുകൾക്ക് ഷഹീദൻ, സാക്ഷിയായിട്ടും കൊണ്ടുവരും. ഇവിടുത്തെ സംഭവം എന്താന്ന് പറഞ്ഞാല്, പിന്നെ ഓരോ ഉമ്മത്തിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സാധനം പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയും ഞങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ല എന്നറിയും. അപ്പോൾ പിന്നെ ആ പ്രവാചകർ പറയും എത്തിച്ചു കൊടുത്തിക്കണെന്ന്, ആ പ്രവാചകനും ആ റസൂലും പറയും എത്തിച്ചു കൊടുത്തിക്കണെന്ന് പറയും. അപ്പോൾ അവർ നാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഉമ്മത്ത് നിഷേധിക്കുന്നത്. ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ആ പ്രവാചകന്റെ മേലിൽ കുറ്റം ചാർത്തിയിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ മുർസലീങ്ങൾ പറയും ഞങ്ങൾ എത്തിച്ചു കൊടുത്തിക്കണെന്ന് പറയും. അപ്പൊ മുർസലീങ്ങൾക്ക് സാക്ഷിയായിട്ട് പിന്നെ ആരാണ് ഉണ്ടാകുക? അവിടെ സാക്ഷികളായിട്ട് നമ്മളാണ് ഉണ്ടാകുക, ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തായിട്ടുള്ള നമ്മൾ പറയും എത്തിച്ചു കൊടുത്തിക്കണെന്നാണ് ഞങ്ങളുടെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരും എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ സാക്ഷിക്കും. നമ്മൾ സാക്ഷി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ വന്നിട്ട് പറയും ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേൽ സാക്ഷിയായിട്ട്, എല്ലാവരുടെ മേലും സാക്ഷിയായിട്ട്, എല്ലാ പ്രവാചകന്മാർക്കും നമുക്കൊക്കെ സാക്ഷിയായിട്ട് അവിടെ വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ അതൊരു പ്രത്യേക രംഗാണ്. മുത്തനബിയുടെ സ്ഥാനം എല്ലാവരെക്കാളും ഉയരെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. കാരണം മുർസലീങ്ങൾക്കും ഉമ്മത്തിനും ഒക്കെ സാക്ഷിയായിട്ട് നബി അങ്ങയെ കൊണ്ടുവരുന്ന ഒരു രംഗം. ഈ രംഗം ഇങ്ങനെ ഇതാണല്ലോ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ മുത്തനബി ആ രംഗം ഇങ്ങനെ അറിയാണല്ലോ. അപ്പൊ ഈ ആയത്തെത്തിയപ്പോ മുത്തനബി പറഞ്ഞു ഹസ്ബുക്കൽ ആൻ, മതി ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇത്ര മതി ഇവിടെ വെച്ച് നിർത്തിക്കോന്ന്. ഫൽതഫത്തു ഇലൈഹി, അപ്പൊ ആ ആയത്ത് നിർത്തിയപ്പോ എന്നിട്ട് ഞാൻ അത് അങ്ങനെ പറഞ്ഞിട്ടപ്പോ ഫൽതഫത്തു ഇലൈഹി, ഞാൻ മുത്തനബിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴോ ഫൈദായിനാഹു, അപ്പോഴുണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരുടെ കണ്ണുകൾ, രണ്ട് കണ്ണുകളും തദ്രിഫാനി, നിറഞ്ഞൊഴുകുകയാണ്. നബി ഇങ്ങനെ കരയാണ്, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അപ്പോൾ അതാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഇറ്റിറ്റി വീണ ഒരു രംഗമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഓക്കെ, ഇനി 248-ാമത്തെ ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറയാൻ, ലാ യലിജുന്നാറ, നരകം പ്രവേശിക്കുകയില്ല, നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല, റജുലുൻ, ഒരു മനുഷ്യൻ, ബക, അദ്ദേഹം കരഞ്ഞു, മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞു. അള്ളാഹിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞൊരു മനുഷ്യൻ ഒരിക്കലും നരകത്തിലേക്ക് കടക്കൂല. നരകത്തിലേക്ക് കടക്കാതിരിക്കണമെങ്കിലുള്ള മാർഗം എന്താ? അള്ളാഹിനെ പേടിച്ച് കരയാന്നുള്ളതാണ്. എത്രത്തോളം ഈ പറഞ്ഞത് സത്യമാണ്. ഹത്താ യഊദൽ ലബനു ഫിൽ റഈ, അകിടിൽ നിന്ന് പുറത്തേക്ക് വന്ന പാല്, കറക്കുന്ന സമയത്ത് അകിടിൽ നിന്ന് പാത്രത്തിലേക്ക് വന്ന പാല്, ആ പാല് തിരിച്ച് അകിടിലേക്ക് കയറൂല. അപ്പൊ ആ പാല് അകിടിലേക്ക് തിരിച്ച് കയറാത്തിടത്തോളം കാലം അള്ളാഹിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിലും കടക്കൂല. നരകത്തില് അള്ളാഹിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിലേക്ക് കടക്കണമെങ്കിൽ പാത്രത്തിലേക്ക് വന്ന പാല് അകിടിലേക്ക് തിരിച്ച് കയറണം. അങ്ങനെ സംഭവിക്കുമോ? പാത്രത്തിലേക്ക് തിരിച്ച് കയറൂലല്ലോ. അപ്പോൾ തിരിച്ച് കയറാത്ത കാലത്തോളം എന്താണ്? നരകത്തിലേക്ക്, അള്ളാഹുവിനെ പടച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നരകത്തിലേക്ക് കടക്കുകയും ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് പറയാണ്, വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം, വലാ യജ്തമിഉ, ഒരുമിച്ച് കൂടുകയില്ല, ഗുബാറുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തി ധർമ്മസമരം ചെയ്ത ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച പൊടികൾ ഉണ്ടാവുമല്ലോ അല്ലെ, അങ്ങനെ പരിശ്രമിച്ച് ചാടി നടക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ പോരാട്ടത്തിലും പടയോട്ടത്തിലും ഓടി നടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലൊക്കെ അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അഴുക്ക് എന്ന് പറഞ്ഞാൽ പൊടികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, കാറ്റടിച്ചിട്ടും മറ്റൊക്കെ ആയിട്ട് പൊടികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആ പൊടിയും ദുഖാനു ജഹന്നം, നരകത്തിന്റെ പുകയും രണ്ടും കൂടി ഒരുമിച്ച് കൂടുകയില്ല. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമിച്ച മനുഷ്യൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ പിന്നെ ആ മനുഷ്യന് പിന്നെ എന്ത് സംഭവിക്കൂല? നരകത്തിലേക്ക് കടക്കുക, നരകത്തിന്റെ പുക കൂടി അയാളെ മേത്ത് തട്ടുക എന്നുള്ളത് അവിടെ അസംഭവ്യമാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് കൂടൂല. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ അള്ളാന്റെ മാർഗത്തിലുള്ള പടയോട്ടത്തിന്റെയും പരിശ്രമത്തിന്റെയും പോരാട്ടത്തിന്റെയും കാരണം സംഭവിച്ച ശരീരത്തിൽ പറ്റിപ്പിടിച്ച പൊടികൾ, അതോടുകൂടെ സ്വർഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് നരകത്തിലേക്ക് പോകാം. രണ്ടും കൂടി ഒരുമിച്ച് കൂടൂല. അതുകൊണ്ട് ഇതുകൊണ്ട് അത് നടക്കൂല. അപ്പൊ അത്രത്തോളം വ്യക്തമാണ്, കൃത്യമാണ്. അള്ളാഹിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ കടക്കൂല എന്നതും, അള്ളാഹിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തിയൊരു മനുഷ്യൻ നരകത്തിൽ കടക്കൂല എന്നുള്ളതും അത്രത്തോളം വ്യക്തമാണ്, ഉറപ്പാണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത്. റവാഹു തുർമുദി. ഓക്കെ, ഇനി അടുത്ത ഹദീസ് നമ്മൾ പഠിച്ച ഹദീസാണ്. അൻഹു റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തിരുദൂതർ പറയാണ്, സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് തണലിട്ട് കൊടുക്കും, ഫീ ളില്ലിഹി, അവന്റെ തണലിൽ. എപ്പോ? യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, യൗമ ലാ ളില്ല, ഒരു തണലുമില്ലാത്ത അന്ന്, ഇല്ലാ ളില്ലുഹു, അള്ളാഹുവിന്റെ തണലല്ലാത്ത, പടച്ച റബ്ബിന്റെ തണലല്ലാത്ത, ഷെൽട്ടറില്ലാത്ത, അഭയമല്ലാത്ത, ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു അവന്റെ തണലിട്ട് കൊടുക്കും. ഏതൊക്കെയാണ് 7 വിഭാഗം? 1, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി, അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും, അത് കോളേജിലാണെങ്കിലും, അത് ക്ലാസ്സിലാണെങ്കിലും, എവിടെയാണെങ്കിലും, നമ്മൾ എവിടെയാണ് നമ്മൾ ലീഡറായിട്ട് നേതാവായിട്ടുള്ളത്, ആ നേതാവായ നീതിമാനായ ഭരണാധികാരിയെ പിന്നെ അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. 2, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, വശാബുൻ, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ചെറുപ്പക്കാരി, നശഅ, അവൻ ജീവിച്ചു, ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ജീവിച്ച ഒരു വ്യക്തി. അപ്പൊ നിങ്ങളൊക്കെ പ്രായതാണ്. ഈ പ്രായം 10-40 വയസ്സ് വരെ, പ്രായപൂർത്തിയായ അന്ന് മുതൽ 40 വയസ്സ് വരെയാണ് ഈ ചെറുപ്പകാലം എന്ന് പറയുന്നത്, യുവത്വകാലം. ഈ സമയത്ത് അള്ളാഹിനെ പേടിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ ആ വ്യക്തിക്ക്, ആ ചെറുപ്പക്കാരിക്ക് അള്ളാഹു നാളെ അർശിന്റെ തണൽ തരും. അവസ്ഥ ഏതാന്ന് മനസ്സിലാക്കണം. മഹ്ശറയിലാണത് അല്ലേ? അള്ളാഹുവിന്റെ തണലില്ലാത്തൊരു തണലും കിട്ടാത്ത ദിവസം എന്ന് പറഞ്ഞാൽ മഹ്ശറയിലാണ്. സൂര്യൻ തലക്ക് മുകളിലാണ്, ഒരു ചാണ് മുകളിലാണ് അല്ലേ?
നിലത്തുള്ള തറ എന്ന് പറയുന്നത് സാധാ മണ്ണൊന്നും ആയിരിക്കോളന്നില്ല. അതൊക്കെ ചെമ്പിന്റെ തറ, അഥവാ ഒരു ചൂട് തട്ടിക്കഴിഞ്ഞാൽ പതക്കുന്ന പിന്നെ പ്ലാറ്റ്ഫോം, സൂര്യൻ അത്രമേൽ അടുത്ത് നമ്മളിങ്ങനെ വിയർപ്പിൽ ഒരു വസ്ത്രം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അള്ളാഹുവേ, ആ സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടണമെങ്കിൽ അത് കുറച്ച് പണിയെടുക്കണം. അപ്പൊ ഇത് ഒരു വിഭാഗം പറഞ്ഞു, രണ്ടാം വിഭാഗം പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മളുടെ സമയം കഴിഞ്ഞു പോകുന്നത് അങ്ങനത്തെ യുവത്വ കാലത്തിലൂടെയാണ്. അപ്പൊ അതിനുവേണ്ടി പണിയെടുക്കുക. ഇനി മൂന്നാമത്തത് പറയാണ് റജുലുൻ, വേറൊരു മനുഷ്യൻ, ഖൽബുഹു, അവന്റെ ഹൃദയം, മുഅല്ലഖുൻ ബിൽ മസാജിദി, പള്ളിയുമായി കണക്റ്റഡ് ആണ്, പള്ളിയുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ, ജമാഅത്തിലും ജുമുഅയിലും മറ്റുള്ള പള്ളിയുടെ ഓരോ വിഷയങ്ങളിൽ ശ്രദ്ധാലുവായ, പള്ളിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം. അങ്ങനത്തെ ഹൃദയം ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത്ര ജാഗരൂകനായിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യന് നാളെ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും. ഇനി അടുത്തതൊന്ന് റജുലാനി, രണ്ടു വ്യക്തികൾ, തഹബ്ബാ ഫില്ലാഹി, അവർ അല്ലാഹുവിന് വേണ്ടിയാണ് പരസ്പരം സ്നേഹിച്ചത്. രണ്ടാളുകൾ തമ്മിൽ ഇജ്തമഅ അലൈഹി, അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് അവർ പരസ്പരം സംഗമിച്ചത്. വതഫറഖ അലൈഹി, അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് അവർ പരസ്പരം വേർപിരിഞ്ഞത്. അപ്പോൾ അവർ ഒരുമിച്ച് കൂടിയപ്പോഴും പിരിഞ്ഞു പോകുമ്പോഴൊക്കെ അല്ലാഹു എന്ന ഒരു കാര്യം മാത്രമേ, അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടം മാത്രമേ അവർക്കിടയിലുള്ളൂ. അപ്പൊ ഇങ്ങനെ സ്നേഹിച്ച ആളുകൾക്കും നാളെ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും. അപ്പൊ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാക്കി കഴിഞ്ഞാൽ അർശിന്റെ തണൽ കിട്ടുമെന്നാണ്. ഇനി ഒരു വിഭാഗം പറയുന്നത് റജുലുൻ, ഒരു മനുഷ്യൻ, ദഅതുഹു ഇംറഅ, അവനൊരു പെണ്ണ് ക്ഷണിച്ചു. ഇനി ഒരു പെണ്ണാണെങ്കിൽ ഒരാണ് ക്ഷണിച്ചു. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു സംഭവമാണ്, എല്ലാ കാലത്തും ഉണ്ട്. എങ്ങനത്തെ അവസ്ഥയാണ്? ദാത്തു മൻസുബിൻ, വളരെ പിന്നെ എന്താ പറയാ, തറവാടിയായ ഒരു പെണ്ണാണ് വിളിച്ചത്. ജമാലിൻ, നല്ല ഭംഗിയുള്ള ഒരു പെണ്ണാണ് ഈ ചെറുപ്പക്കാരനെ വിളിച്ചത്. എന്തിനാ വിളിക്കുന്നത്? അത് പിന്നെ അള്ളാഹുവിൽ തെറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ധിക്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, തമ്മാടിത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, വിചരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഫഖാല, അപ്പൊ ഇവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, എനിക്ക് അള്ളാഹിനെ പേടിയാണ്. സംഗതിയൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞാൻ അള്ളാഹുവിൽ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും നാളെ അള്ളാഹു അവന്റെ അർശിന്റെ തണൽ കൊടുക്കും. തിരിച്ചുണ്ടാവും, ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരൻ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചു അല്ലെ? ആ സമയത്ത് പെൺകുട്ടി പറയാണ്, എനിക്ക് അള്ളാഹുവിന് പേടിയാണ്, എനിക്ക് അള്ളാഹുവിന് പേടിയാണ് എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും അള്ളാഹു നാളെ അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. വറജുലുൻ, ഇനിയൊരു വിഭാഗം, ഒരു വ്യക്തിയാണ്, തസദ്ദഖ, അവൻ സ്വതക്ക ചെയ്തു, ദാനധർമ്മം ചെയ്തു, ബിസ്വദഖത്തിൻ, ഒരു സ്വതക്ക ദാനധർമ്മം ചെയ്തു. ഫഅഖ്ഫാഹ, ആ സ്വതക്കയെ അവൻ എന്ത് ചെയ്തു? ഫഅഖ്ഫാഹ, അതിനെ രഹസ്യമാക്കി വെച്ചു. എത്രത്തോളം രഹസ്യമാണ്? ഹത്താ ലാ തഅലമ ശിമാലുഹു, അവന്റെ ഇടത് കൈ അറിയില്ല, മാ തുൻഫിഖു യമീനുഹു, വലതു കൈ എത്രയാണ് കൊടുത്തത് എന്ന്. വലത് കൈ കൊണ്ട് എത്രയാണ് കൊടുത്തത് എന്ന് ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അവന് പോലും എത്രയാണ് ആ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ചിന്തയില്ല. അവന്റെ സമ്പത്തിൽ നിന്ന് എടുത്തങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത്ര രഹസ്യമായ ഒരു സ്വതക്ക ചെയ്യുന്ന ആളുകൾ, അഥവാ കണക്ക് നോക്കാതെ വരുന്ന ആളുകൾക്ക് മതിയാവോളം കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തി, അത് ഇനി വേറൊരാളോട് പറച്ചിലുണ്ടാവില്ല. നമ്മളൊക്കെ സ്വഭാവം വെച്ച് നമ്മളൊരു 100 റുപ്യ എടുത്തു കഴിഞ്ഞാൽ, ഒരു 10 റുപ്യ എടുത്തു കഴിഞ്ഞാൽ വിളിച്ചു പറയും. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. പക്ഷെ ഇവിടെ സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് കൈ അറിയില്ല, വലത് കൈ എന്താ കൊടുക്കുന്നത് എന്ന്. അങ്ങനത്തെ സ്വതക്ക കൊടുത്ത ആ മനുഷ്യനും നാളെ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കും. വേറൊരു വിഭാഗം പറയുന്നത് എന്താ? റജുലുൻ, ഒരു മനുഷ്യൻ, ദക്കറല്ലാഹ ഖാലിയ, ഒഴിഞ്ഞിരുന്ന അള്ളാഹുവിനെ എങ്ങനെ ഓർത്തു. അതാ നമ്മളെ ഈ ചാപ്റ്ററിന്റെ വിഷയം അതാണ്. ദക്കറല്ലാഹ ഖാലിയ, ഒഴിഞ്ഞിരുന്നു. ദക്കറല്ലാഹ, അള്ളാഹുവിനെ ഓർത്തു. ഖാലിയൻ, ഒഴിഞ്ഞിരുന്ന അള്ളാഹുവിനെ ഓർത്തു. എന്നിട്ടോ അള്ളാഹുവിനെ എങ്ങനെ ഓർത്തപ്പോ പടച്ച റബ്ബിനെ പൂതി വെച്ചുകൊണ്ട്, അള്ളാഹുവിൽ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിൽ പൂതി വെച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? ഫഫാദത്ത് ഐനാ, ആ മനുഷ്യന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചു ആ മനുഷ്യനും നാളെ അള്ളാഹു വിളിച്ചുകൊണ്ടുപോയി അവന്റെ അർശിന്റെ തണൽ കൊടുക്കും. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സാധ്യമാകുന്ന വഴികൾ തന്നെയാണ് ഈ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിലും പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളാണ്. റബ്ബ് എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അടുത്ത ഹദീസ് നോക്കൂ, 250. വഅൻ ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉതിയ ബിതുആമിൻ വകാന സ്വൈമാ ഫഖാൽ ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖൈറും മിന്നി. വളരെയേറെ ഫീലിങ്സ് ഉള്ള ഒരു ഭാഗമാണ്, ഏറ്റവും നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി അടുത്ത ഹദീസ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഉതിയ ബിതുആമിൻ, ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ ഇത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലല്ല, ഖലീഫമാരുടെ കാലഘട്ടത്തിലാണ്. ഭക്ഷണം കൊണ്ടുവന്നു. വകാന സ്വൈമ, അപ്പോൾ അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഭക്ഷണം കണ്ടിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. വഹുവ ഖൈറും മിന്നി, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്നെക്കാളും ഖൈറായ നല്ല മനുഷ്യനായിരുന്നു. ഫലം യൂജിദ് ലഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചില്ല മാ യുകഫനു ഫീഹി, അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്ത്രം പോലും കിട്ടിയില്ല. ഇല്ല ബുറുദത്തിന്റെ ഒരു പുതപ്പൊഴികെ. ആ പുതപ്പ് ഇൻ ഉത്തിയ ബിഹാർ അസുഹു, ആ പുതപ്പ് കൊണ്ട് തല മൂടിക്കഴിഞ്ഞാൽ ബദതിരിജിലാഹു, കാല് രണ്ടും വെളിയിലാകും. വൈൻ ഉത്തിയ ബിഹാരിജിലാഹു, അദ്ദേഹത്തിന്റെ കാല് മൂടിക്കഴിഞ്ഞാൽ ബദാർ അസുഹു, തല വെളിവാകും. അപ്പോൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്താത്ത ഒരു പുതപ്പ് മാത്രമായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കഫൻ ചെയ്യാൻ നേരത്ത് കിട്ടിയിരുന്നത്. എന്താ സംഭവിച്ചത്? ഇത് ഉഹദ് യുദ്ധത്തിൽ. അപ്പോൾ ഇത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഉഹദിലാണ് വധിക്കപ്പെടുന്നത്. ആരാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു? വലിയ പണക്കാരനായിരുന്നു, മക്കത്തെ അതിസുന്ദരനായ യുവകോമളനായ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഇസ്ലാമിന് വേണ്ടി ഒക്കെ ഒഴിവാക്കി. വീട്ടുകാർ പൂട്ടിയിട്ടപ്പോൾ പറഞ്ഞു, എന്നെ പൂട്ടിയിട്ട് കാര്യമില്ല, എൻ്റെ 1000 ശരീരങ്ങൾ പൂട്ടിയിട്ടാലും ഞാൻ ഇസ്ലാമിൽ തന്നെ ആയിരിക്കും. അങ്ങനെ തുറന്നു വിട്ടു. ഒരു തുള്ളി കാശ് പോലും കൊടുക്കാതെ പരമദരിദ്രനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു. വലിയ സമ്പത്തുള്ള ആളാണ്, പക്ഷെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ദീനിനും വേണ്ടി അങ്ങനെയൊക്കെ ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു. ആ അവസ്ഥയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനക്കാരുടെ ഉസ്താദായിട്ട് പോവുകയാണ്. ബദറിൽ പങ്കെടുത്തു, ഉഹദിൽ പങ്കെടുത്തു. മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദിൽ വെച്ച് വഫാത്താകാണ്. വഫാത്തായപ്പോൾ ഷഹീദായ മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു കഫൻ ചെയ്യാൻ വേണ്ടി തുണി നോക്കുമ്പോൾ കഫൻ പുടവയില്ല. തല മൂടുമ്പോൾ കാല് വെളിവാകും, കാല് മൂടുമ്പോൾ തല വെളിവാകും. എന്നിട്ട് ലാസ്റ്റ് മദീനത്ത് ഉഹദിലുള്ള ഒരു ഇദ്ഹർ പുല്ല് എന്നൊരു പുല്ലുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. ആ പുല്ല് വെച്ചിട്ട് തല മുതൽ മറച്ച് ഇട്ടണ ഭാഗം കെട്ടി, ബാക്കിയുള്ളത് പുല്ല് വെച്ച് കെട്ടിയിട്ട് മറച്ചിട്ടാണ് കഫൻ ചെയ്തത്. അപ്പോൾ വലിയ സമ്പന്നനായിരുന്ന അദ്ദേഹം ആ സമ്പത്തൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ ജീവിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അങ്ങനെ കഫൻ ചെയ്തു. അപ്പൊ ഈ സംഭവം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ നേരത്ത് ഭക്ഷണ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചപ്പോൾ ഓർക്കാൻ കാരണം, എന്നെക്കാളും നല്ല മുസ്അബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് വളരെ വിഷമിച്ച അവസ്ഥയിലാണ്. കഫൻ ചെയ്യാൻ പോലും തുണി കിട്ടാതെയാണ് അദ്ദേഹം വഫാത്തായത്. എന്നെക്കാളും നല്ലവനായിരുന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫ് പറയാം, സുമ്മ ബുസിത്ത ലന, നമുക്ക് അള്ളാഹു വിശാലമാക്കി തന്നു. മിന ദുനിയാവ് മാ ബുസിത്ത, എത്രത്തോളം അങ്ങേറ്റത്തോളം ദുനിയാവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഇസ്ലാമിലും ദീനിലും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും സമ്പത്ത് കുമിഞ്ഞുകൂടുകയും സക്കാത്ത് കൊടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അല്ലേ? സക്കാത്ത് കൊടുക്കാൻ ആളില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ജനങ്ങൾ സമ്പന്നന്മാരായി. പക്ഷെ അന്നോ ഉഹദ് നടക്കുന്ന സമയത്തോ എന്നെക്കാളും ഉത്തമനായ മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാനുള്ള തുളിപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം കഫൻ ചെയ്യപ്പെട്ടത്. നമുക്കാണെങ്കിലോ അള്ളാഹു ദുനിയാവ് വിശാലമാക്കി തന്നു. ഔ ഖാല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ഉഅ്തീന മിന ദുനിയ, അള്ളാഹു നമുക്ക് ദുനിയാവിൽ നിന്ന് നൽകിയിട്ടുണ്ട്. മാ ഉഅ്തീന, നമുക്ക് നൽകിയതെല്ലാം തന്നിട്ടുണ്ട്. ഖദ് ഖശീന, നമ്മൾ ഭയപ്പെടുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. നമ്മളെക്കാളും നല്ലവരായ മുസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹു കഫൻ പുടവ പോലും നേരം പോലെ കിട്ടാതെ വഫാത്താവുകയും ഷഹീദാവുകയും, നമ്മളാണെങ്കിലോ
നമ്മൾ ദുനിയാവ് ഇങ്ങനെ വിശാലമായി ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. ഖദ് ഖശീന, നമ്മൾ ഭയപ്പെടുന്നു. അൻ തകൂന ഹസനാത്തുന, നമ്മുടെയൊക്കെ നന്മകൾ ആയിപ്പോകുന്നതിനെ ഞാൻ ഭയപ്പെടുകയാണ്. അൻ തകൂന ഹസനാത്തുന, നമ്മുടെ നന്മകൾ ആയിപ്പോകുന്നതിനെ ഭയപ്പെടുകയാണ്. ഉജ്ജിലത്തിലന, നന്മകൾ ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ട്. ഉജ്ജിലത്തിലന പറഞ്ഞാൽ മുൻകൂട്ടി തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആഖിറത്തിലേക്ക് നീട്ടിവെക്കാതെ നമുക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ അതിന്റെ കൂലി, നമ്മൾ ചെയ്ത നന്മകളുടെ കൂലി ഇവിടെ തന്നെ തന്നിട്ടുണ്ടോ എന്ന് ഭയപ്പെടുകയാണ്. സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യൻ കൂലി പ്രതീക്ഷിക്കുക ദുനിയാവിലല്ലല്ലോ, ആഖിറത്തിലല്ലേ. ദുനിയാവിൽ തന്നെ ഈ സുഖ സൗകര്യങ്ങളും ഭക്ഷണ സാധനങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞ് അദ്ദേഹം കരയാൻ തുടങ്ങി. സുമ്മ ജാലയബ്കി, ഇതും പറഞ്ഞ് മഹാനവറുകൾ അങ്ങനെ കരയാൻ തുടങ്ങി. കരഞ്ഞ് എന്താ സംഭവിച്ചെന്നറിയോ? ഹത്താ തറക ത്വഅമ, ഭക്ഷണം അങ്ങ് മാറ്റിവെച്ചു. അന്ന് നോമ്പുറക്കാൻ വെള്ളം മാത്രം കുടിച്ച് കാരക്ക മാത്രം കഴിച്ച് അദ്ദേഹം നോമ്പ് തുറന്നു. കൊടുന്ന ഭക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിന് കഴിക്കാൻ തോന്നിയില്ല, കഴിക്കാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം. കാരണം എന്താ? ഞാനിത് കഴിച്ചാൽ ഇത് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലാവോ, നാളെ അള്ളാഹിന്റെ അടുത്ത് എനിക്കൊന്നും കിട്ടൂലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. അപ്പൊ ഇതാണ് അവരുടെയൊക്കെ ചിന്താഗതി, അവരുടെയൊക്കെ മാനസികാവസ്ഥ ഇതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് തലക്കുമീതെ മേൽക്കുമേലെ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും വിഭവങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കഴിയാം. അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയപ്പെടണം. നമ്മൾ ചെയ്ത നിസ്കാരത്തിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി ഇവിടെ തന്നെ തന്നിട്ടുണ്ട് എന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ നാളെ അവിടെ പോയാൽ നമുക്ക് എന്താ ഉള്ളത്? ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ ദീനിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ച, എല്ലാം സമർപ്പിച്ച മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കഫംപുട പോലും നേരം പോലെ കിട്ടാതെ പുല്ല് വെച്ചിട്ടാണ് പിന്നെ അദ്ദേഹത്തെ കഫൻ ചെയ്തത്. എല്ലാം സമർപ്പിച്ച മഹാനവറുകൾക്ക് ദുനിയാവിൽ അത്രേ കിട്ടിയിട്ടുള്ളൂ. നമ്മളൊന്നും ചെയ്യാത്ത നമുക്ക് ദുനിയാവിൽ ഇഷ്ടംപോലെ കിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ എങ്ങാനും പടച്ച റബ്ബ് നമ്മളോട് പറയാണ് നിങ്ങളെ കൂലിയൊക്കെ ദുനിയാവിൽ തന്നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതാണ് അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇതും പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു അന്നത്തെ ഭക്ഷണം ഒഴിവാക്കി എന്നതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലും ഇങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്ത നമുക്കും ഉണ്ടായിരിക്കണം എന്നതാണ്. 251 ഹദീസ്. വഅൻ അബി ഉമാമ സുദൈ ഇബ്നു അജ്ലാൻ അൽ-ബാഹിലി റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഖാല, അവിടുന്ന് പറയുന്നു, ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഖത്രതൈൻ, ലൈസ ഷൈഉൻ, ഒരു വസ്തുവും ഇല്ല, അഹബ്ബ ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടൊരു വസ്തുവുമില്ല, മിൻ ഖത്രതൈൻ, രണ്ട് തുള്ളികളെക്കാൾ, വഅസറൈനി, രണ്ട് അടയാളങ്ങളെക്കാൾ, രണ്ട് അടയാളം, രണ്ട് തുള്ളി, രണ്ട് തരം തുള്ളി, രണ്ടു തരം അടയാളങ്ങൾ, ഇത് രണ്ടിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതായിട്ട് വേറൊരു കാര്യമില്ല. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് തുള്ളികൾ? ഒന്ന് ഖത്രത്തു ദുമൂഇൻ, കണ്ണുനീർ തുള്ളികളാണ്, മിൻ ഖശിയത്തിൽ, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുനീർ തുള്ളികൾ. വഖത്രത്തു ദമിൻ, ചോരത്തുള്ളികളാണ്, തുഹ്റാഖു, ആ ചോരത്തുള്ളികൾ ഒലിപ്പിക്കപ്പെടുന്നുണ്ട്, ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒലിപ്പിക്കപ്പെടുന്ന ചുരിക്കപ്പെടുന്ന ചോരത്തുള്ളികൾ, അതേപോലെ അള്ളാഹിനെ പേടിച്ച് കരയുന്ന കണ്ണുനീർ തുള്ളികൾ. ഈ രണ്ട് പിന്നെ തുള്ളികളെ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും മെച്ചപ്പെട്ട വേറൊന്നും അള്ളാഹ്ക്കില്ല, ഇഷ്ടമുള്ള വേറൊന്നും അള്ളാഹ്ക്ക് ഇല്ല. അതേപോലെ അമ്മൽ അസ്റാനി, രണ്ട് അടയാളങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫഅസറും ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചതിന്റെ അടയാളം. എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അള്ളാഹിന്റെ മാർഗത്തിൽ ഓടി നടന്നതിന്റെ അടയാളം എന്താണോ എങ്കിൽ അത്. വഅസറുൻ ഫീ ഫരീളത്തിൻ മിൻ ഫറാഇദില്ലാഹി തആല, വഅസറുൻ, മറ്റൊരടയാളം, ഫീ ഫരീള, ഫർള് കാര്യങ്ങൾ ചെയ്തതിലാണ്, മിൻ ഫറാഇദില്ലാ, അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ, നിസ്കാരാവട്ടെ മറ്റെന്ത് അമലാവട്ടെ, അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൽ അടയാളം ഉണ്ടാവും. നെറ്റിത്തടത്തിൽ താഴ്മ്പുണ്ടാവും, കാൽമ താഴ്മ്പുണ്ടാവും, ശരീരത്തിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഫർദ് ചെയ്തതിന്റെ പേരിൽ ഉണ്ടായ അടയാളം, അള്ളാഹിന്റെ മാർഗത്തിൽ പിന്നെ ധർമ്മസമരം ചെയ്തതിന്റെ അടയാളം, ഈ രണ്ട് അടയാളങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടതായിട്ട് ഒന്നുമില്ല. അതേപോലെ അള്ളാഹിനെ പേടിച്ച് കരയുന്ന കണ്ണുനീർ തുള്ളികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒലിപ്പിക്കപ്പെടുന്ന ചോരത്തുള്ളികൾ, ഈ രണ്ട് തുള്ളികളെക്കാൾ ഇഷ്ടമുള്ളതായിട്ടൊന്നും അള്ളാഹുവിന്റെ അടുത്തില്ല. അപ്പോൾ കാരുണ്യവാനായ അള്ളാഹു ഇത്രത്തോളം ഇത്തരം കാര്യങ്ങളെ വിലമതിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി
നമ്മുടെ ജീവിതത്തെയും മാറ്റം വരുത്താനും പരിശ്രമിക്കാനും നമുക്കൊക്കെ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, അവനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വരണമെന്ന് കൊതിക്കുന്ന, പാതിരാവിൽ ദുആ ചെയ്യുന്ന, നിസ്കാരത്തിൽ ശ്രദ്ധാലുക്കളായ, നല്ല കാര്യങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളായ, നല്ല മുഅ്മിനീങ്ങളായി, മുത്തു മുഅ്മിനീങ്ങളായി മാറാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.